ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു കഥ ആരംഭിക്കട്ടെ. ജീവാംശമായി ഒന്നാം ഭാഗം. രചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. എടാ ആദി, നിന്റെ ജാൻവിക്കുട്ടി അതാ അവിടെ. ആദി എന്ന ആദിശിനോട് നിഹാൽ കുസൃതി ചിരിയോടെ വിളിച്ചു പറഞ്ഞു. എവിടെ? അത് കേട്ടതും വെള്ളത്തിൽ മുങ്ങി കിടന്നിടത്തു നിന്നും പെട്ടെന്നുയർന്നുകൊണ്ട് ആകാംക്ഷയോടെ ആദി ചോദിച്ചു. അതാ അവിടെ കുറേ പെൺകുട്ടികളെ കാണുന്നില്ലേ? അതിലാ പാറക്കെട്ടിലിരിക്കുന്നത് അവളാ. സുമേഷ് പറഞ്ഞത് കേട്ടപ്പോൾ ആദിയുടെ വിടർന്ന കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. അവൻ അങ്ങോട്ട് നോട്ടം എയ്തുകൊണ്ട് വെള്ളത്തിൽ കഴുത്തുവരെ മുങ്ങിക്കൊണ്ട് അങ്ങനെ കുറച്ചു നേരം നിന്നു. വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വിസ്തരിച്ചൊന്ന് കുളിക്കാൻ വന്നതാണ് ആദിയും കൂട്ടുകാരും. അവർക്കതെന്നും ഒരു പതിവാണ്. എല്ലാവരും സെൻറ് മേരീസിൽ ഡിഗ്രി ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസാണ്. അവരുടെ കോളേജിലെ തന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ജാൻവി. അവളെ കുഞ്ഞുനാൾ മുതൽ ആദിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഉള്ളിൽ പ്രണയവികാരം മുട്ടിട്ട സമയം മുതൽ അവളാണ് അവൻ്റെ സ്വപ്നത്തിലെ പെണ്ണ്. ഒരേ നാട്ടുകാരാണ് അവർ രണ്ടും. ചെക്കന് ചങ്കിൽ കയറിയ ക്രഷാണേലും അവളോട് പറഞ്ഞപ്പോൾ അനുകൂലമായി അവളൊരു മറുപടി പറയാത്തത് കൊണ്ട് പിന്നാലെ നടക്കാനൊന്നും അവൻ മെനക്കെട്ടിട്ടില്ല. കോളേജിൽ മിന്നും താരം. കോളേജിൽ മാത്രമല്ല, നാട്ടിലെ തരുണീമണികൾക്ക് പോലും സ്വപ്നകുമാരനാണ് നമ്മുടെ ആദി. അവൻ നാട്ടിലെ പ്രമുഖനായ പുരാതന ജന്മി കുടുംബത്തിലെ വാസുദേവൻ്റെയും കൃഷ്ണപ്രഭയുടെയും ഇളയ സന്തതിയാണ്. 2 ചേട്ടന്മാരുടെയും 2 ചേച്ചിമാരുടെയും പുന്നാര അനിയൻ. ആ നാട്ടിലെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളും അവൻ്റെ തറവാട്ടിലെയാണ്. അവളാകട്ടെ നാട്ടിൽ ഓട്ടോ ഓടിച്ചു ജീവിക്കുന്ന സുധീഷിൻ്റെ 3 പെൺകുട്ടികളിൽ മൂത്തവൾ. ആ വീടിൻ്റെ സ്വപ്നങ്ങൾ അവളിലൂടെ പൂവണിയാനാണ് അവളുടെ കുടുംബം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആ പ്രണയം ആക്സെപ്റ്റ് ചെയ്തില്ല. എടി ജാനി, നീ ഇങ്ങനെ പാറയിലിരിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങടി. വർഷ ജാൻവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. പോടി, എനിക്ക് പേടിയാ. എനിക്ക് നീന്തൽ അറിയില്ലടി, ജാൻവി പേടിയോടെ പറഞ്ഞു. ഇവിടെ അതിന് മാത്രം ആഴമൊന്നുമില്ല, നീ ഇങ്ങോട്ട് ഇറങ്ങ്. വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറിക്കൊണ്ട് വർഷ ജാൻവിയുടെ കൈ പിടിച്ച് വലിച്ചു. പെട്ടെന്നുള്ള വലിയിൽ ജാൻവി വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിലേക്ക് വീണ ജാൻവിയുടെ നിലവിളി തൊണ്ടക്കുഴിയിൽ തന്നെ കുടുങ്ങിപ്പോയി. അപ്രതീക്ഷിതമായ വീഴ്ചയിൽ നാസാരന്ധ്രങ്ങളിലേക്ക് ഇരച്ചു കയറിയ വെള്ളം അവളെ ശ്വാസം മുട്ടിച്ചു. അയ്യോ ജാനി! വർഷയുടെ തമാശ പെട്ടെന്നൊരു നിലവിളിയായി മാറി. കരയോട് ചേർന്നുള്ള ഭാഗത്ത് അധികം ആഴമില്ലാതിരുന്നിട്ടും വീണ വെപ്രളത്തിൽ ജാൻവിക്ക് നിലകിട്ടിയില്ല. അവൾ കൈകാലിട്ടടിച്ചു. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ അവൾ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയി. പാറക്കെട്ടുകൾക്ക് താഴെ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. പുറമെ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ അടിത്തട്ടിൽ ചുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നത് ആരും ഓർത്തില്ല. ജാൻവിയുടെ ഭാരമില്ലാത്ത ശരീരം ആ ഒഴുക്കിലേക്ക് വഴുതി മാറി. ആദി! മറുഭാഗത്തു നിന്നും നിഹാലിൻ്റെ അലർച്ച കേട്ടപ്പോഴാണ് ആദി ഞെട്ടിത്തിരിഞ്ഞത്. അപ്പോഴേക്കും ജാൻവി ഒഴുക്കിലേക്ക് പെട്ടുപോയിരുന്നു. അവളുടെ കൈകൾ മാത്രം ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ ഉയർന്നു കണ്ടു. വെറും ഒരു നിമിഷം ആദിയുടെ ഹൃദയം നിലച്ചുപോയി. തൻ്റെ പ്രാണൻ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നത് കണ്ടപ്പോൾ ചോര മരവിച്ചു പോകുന്ന അവസ്ഥ. അടുത്ത നിമിഷം അവനൊരു അസ്ത്രം പോലെ വെള്ളത്തിലേക്ക് കുതിച്ചു. ജാനി! ആദിയുടെ തൊണ്ട പൊട്ടിപ്പൊളിയുന്ന ആ നിലവിളി പുഴയുടെ ഓളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. കൂട്ടുകാരായ സുമേഷും നിഹാലും പുറകെ ചാടിയെങ്കിലും ആദിയുടെ വേഗതയ്ക്ക് മുന്നിലെത്താൻ അവർക്കായില്ല. കാലുകൾക്ക് ചിറകുമുളച്ചതുപോൽ അവൻ വെള്ളത്തെ കീറിമുറിച്ചു നീന്തി. ജാൻവിക്ക് ബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. മൂക്കിലൂടെയും വായിലൂടെയും വെള്ളം ഉള്ളിലേക്ക് കടന്ന് ശ്വാസകോശം നീറുന്നു. അമ്മേ എന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അവൾ നിസ്സഹായായി. മരണഭയം അവളെ വരിഞ്ഞു മുറുക്കി. താൻ പതിയെ താഴേക്ക് പോവുകയാണെന്നും ചുറ്റും തണുപ്പ് മാത്രമാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആദി സർവശക്തിയുമെടുത്ത് നീന്തുകയായിരുന്നു. വെള്ളത്തിന് മുകളിൽ കണ്ടിരുന്ന അവളുടെ മുടിയിഴകൾ താഴുന്നത് കണ്ടപ്പോൾ അവന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. ഇല്ല, ഒന്നും സംഭവിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, അവൻ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഒടുവിലൊരു വിധം അവൻ അവൾക്കരികിലെത്തി. വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. മരണവെപ്രാളത്തിലായിരുന്ന ജാൻവി ആദിയുടെ കയ്യിൽ പിടുത്തം കിട്ടിയതും അവന് വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു. അതവനെ കൂടി താഴ്ത്തുമെന്ന് മനസ്സിലാക്കിയ ആദി ബലമായി അവളെ തിരിച്ചിട്ടു. തൻ്റെ ഇടത് കൈകൊണ്ട് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തലവെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ അവൻ പാടുപെട്ടു. ഒഴുക്ക് ശക്തമായിരുന്നു. ഓരോ തവണ നീന്തുമ്പോഴും പുഴ അവരെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു. ആദിയുടെ കൈകൾക്ക് വേദന തോന്നിത്തുടങ്ങിയിട്ടും നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ ജീവനെ വിടാൻ അവൻ തയ്യാറായില്ല. പേടിക്കേണ്ട ജാനി, ഞാനുണ്ട് കൂടെ. അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന അവളോട് അവൻ കിതപ്പോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും നിഹാലും സുമേഷും അടുത്തെത്തിയിരുന്നു. അവരുടെ സഹായത്തോടെ ആദി അവളെ കരയിലേക്ക് അടുപ്പിച്ചു. പാറക്കെട്ടുകൾ നിറഞ്ഞ കരയിലേക്ക് അവളെ എടുത്തു കിടത്തുമ്പോൾ ആദിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കിതച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. വിളറിയ മുഖം, അടഞ്ഞ കണ്ണുകൾ. ജാനി,
ജാനി, മോളെ കണ്ണു തുറക്കടി. ആദ്യം അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പ്രതികരണമില്ല. ചുറ്റും കൂടി നിന്ന പെൺകുട്ടികൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വർഷ കരഞ്ഞുകൊണ്ട് ജാൻവിയുടെ കാലിൽ പിടിച്ചിരുന്നു. എനിക്ക് പറ്റിയതാ. ഞാൻ ചുമ്മാ അവളെ. വർഷയുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. ആദ്യം ആരുടെയും മുഖത്തേക്ക് നോക്കിയില്ല. അവൻ ജാൻവിയുടെ നെഞ്ചിൽ അമർത്തി CPR നൽകാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീണ് അവളുടെ മുഖത്ത് പതിച്ചുകൊണ്ടിരുന്നു. ജാനി, പ്ലീസ് ഒന്ന് കണ്ണ് തുറക്ക്. അവൻ്റെ ശബ്ദമിടറി. ആ വലിയ ആൾക്കൂട്ടത്തിന് നടുവിലും അവൻ ഒറ്റക്കായതുപോലെ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. പെട്ടെന്നാണ് ജാൻവി ഒന്ന് ചുമച്ചത്. ആദിയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു വെളിച്ചം മിന്നി. അവൾ വശത്തേക്ക് തിരിഞ്ഞ് വായിൽ നിന്നും വെള്ളം ഛർദ്ദിച്ചു കളഞ്ഞു. ആദ്യ അവളെ താങ്ങിപ്പിടിച്ചു. അവൾ പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. കാഴ്ചകൾ മങ്ങിക്കാണുന്നു. പക്ഷേ തൊട്ടുമുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന ആദിയുടെ മുഖം മാത്രം അവൾ വ്യക്തമായി കണ്ടു. അവൻ്റെ കണ്ണുകളുടെ ഭയം അത് വെറുമൊരു പരിചയക്കാരൻ്റെ ഭാവമായിരുന്നില്ല. നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ അമൂല്യമായതെന്തോ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസമായിരുന്നു അത്. ആദിയേട്ടാ, അവൾ നേർത്ത ശബ്ദത്തിൽ വിളിച്ചു. അത് കേട്ടതും ആദിക്ക് നിയന്ത്രണം വിട്ടുപോയി. അവൻ അവളെ ഉറുകെ പുണർന്നു. ചുറ്റും നിൽക്കുന്നവരെയോ സ്ഥലത്തെയോ അവൻ മറന്നുപോയിരുന്നു. ആ നിമിഷം സത്യത്തിൽ അവൻ കരയുകയായിരുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോടി നീ എന്നെ, ചങ്ക് പറഞ്ഞു പോയടി. അവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. അവൻ്റെ നെഞ്ചിടിപ്പ് അവളുടെ മുതുകിലൂടെ അവൾക്ക് അനുഭവപ്പെടാമായിരുന്നു. അല്പനേരത്തിന് ശേഷം ബോധം വീണ്ടെടുത്തപ്പോഴാണ് താൻ ആദിയുടെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണെന്ന സത്യം ജാൻവി തിരിച്ചറിഞ്ഞത്. അവൾ മെല്ലെ അകന്ന് മാറാൻ ശ്രമിച്ചു. ആദിയും പെട്ടെന്ന് സ്വബോധത്തിലേക്ക് മടങ്ങി. അവൻ അവളെ വിട്ട് അല്പം മാറിയിരുന്നു. വർഷ ഓടി വന്ന് ജാൻവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സോറി ജാനി, ഞാൻ വെറുതെ നിന്നെ തമാശക്ക്. ജാൻവി ക്ഷീണിച്ച ചിരി ഒന്ന് ചിരിച്ചു. സാരമില്ലടി, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പക്ഷേ ആദിയുടെ മുഖം ഗൗരവത്തിലായിരുന്നു. അവൻ വർഷയെ രൂക്ഷമായി ഒന്ന് നോക്കി. തമാശയൊക്കെ ആവാം വർഷ, പക്ഷേ സ്ഥലം നോക്കണം. നീന്തലറിയാത്ത ഒരാളെ വെള്ളത്തിലേക്ക് തള്ളിയിടുമ്പോൾ മിനിമം ബോധം വേണമായിരുന്നു. ഇന്ന് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. ആദി പാതി വഴിയിൽ നിർത്തി. ബാക്കി പറയാൻ അവന് ത്രാണിയില്ലായിരുന്നു. ജാൻവി ആദിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. നാട്ടിലെ വലിയ പണക്കാരൻ, എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന വാസുദേവൻ മുതലാളിയുടെ മകൻ. തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം വെറും ഒരു നേരം പോക്കാണെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് ആ പുഴയുടെ ആഴങ്ങളിൽ വെച്ച് തന്നെ വരിഞ്ഞു മുറുക്കിയ ആ കൈകൾക്ക്, കരയിൽ വെച്ച് തൻ്റെ ജീവന് വേണ്ടി പിടഞ്ഞ ആ കണ്ണുകൾക്ക്, അതിനൊക്കെ പ്രണയത്തിൻ്റെ നിറമായിരുന്നു. വാ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇരുട്ടി തുടങ്ങി. സുമേഷ് ഇടപെട്ടു. ആദ്യം എഴുന്നേറ്റ് അവൻ ജാൻവിയോട് കൈനീട്ടി. എഴുന്നേൽക്കാൻ പറ്റുമോ അതോ എടുക്കണോ? ആ ചോദ്യത്തിൽ കുസൃതിയായിരുന്നില്ല, മറിച്ച് കരുതലായിരുന്നു ഉണ്ടായിരുന്നത്. ജാൻവി അവൻ്റെ കൈ പിടിച്ച് പതിയെ എഴുന്നേറ്റു. അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട, വണ്ടി വരെ ഞാൻ പിടിച്ചോളാം. അവൾ നടന്നു നീങ്ങുമ്പോൾ പിന്നിൽ പുഴ ശക്തമായി ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ അതൊരു വലിയ കൊടുങ്കാട്ടുണ്ടാക്കിയിരുന്നു. ജാൻവി ഇടയ്ക്കിടെ ആദ്യം ഒളികണ്ണിട്ട് നോക്കി. വെള്ളമൊലിച്ചിറങ്ങുന്ന ആ മുഖത്ത് അവളെ സുരക്ഷിതമാക്കിയതിൻ്റെ ഗർവുണ്ടായിരുന്നില്ല, മറിച്ച് ഇനിയും ബാക്കിയുള്ള ഭയമായിരുന്നു. വണ്ടിയിൽ കയറുന്നതിന് മുൻപ് ആദ്യം അവളുടെ അരികിലെത്തി. വീട്ടിൽ വിടണോ? വേണ്ട, ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. വാർഡൻ അറിഞ്ഞാൽ പ്രശ്നമാകും. ശരി, ചെന്നിട്ട് വിളിക്കണം. എൻ്റെ നമ്പർ കയ്യിലുണ്ടോ? മരുന്നെന്തെങ്കിലും വേണമെങ്കിൽ പറയണം. അവൾ തലയാട്ടി. കാർ സ്റ്റാർട്ട് ചെയ്ത് കൂട്ടുകാർക്കൊപ്പം പോകുമ്പോഴും ആദിയുടെ കണ്ണുകൾ റിയർവ്യൂ മിററിലൂടെ ജാൻവിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ കൂട്ടുകാരികൾക്കൊപ്പം സ്കൂട്ടിയിൽ നീങ്ങുമ്പോഴും തൻ്റെ ജീവൻ തിരിച്ചു നൽകിയ ആ സ്പർശനം അതവളെ വിട്ടുപോയിരുന്നില്ല. ഒരു പക്ഷേ ജാൻവിക്ക് ആദിശിനോടുള്ള പ്രണയത്തിൻ്റെ യഥാർത്ഥ തുടക്കം ആ പുഴയുടെ ആഴങ്ങളിൽ നിന്നായിരുന്നു. മരണം മുന്നിൽ കണ്ട നിമിഷത്തിൽ രക്ഷകനായി എത്തിയവനോടുള്ള ആരാധനയല്ല, മറിച്ച് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുവനോടുള്ള തിരിച്ചറിവായിരുന്നു അത്. അന്ന് രാത്രി ഹോസ്റ്റൽ മുറിയിൽ കിടക്കുമ്പോൾ ജാൻവിക്ക് ഉറക്കം വന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിറയെ ആദിയായിരുന്നു. കുസൃതി ചിരിയോടെ വരുന്ന ആദിശല്ല, കലങ്ങിയ കണ്ണുകളോടെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടി എന്ന് ചോദിച്ച ആദിഷ്. ആദിക്കപ്പോഴും സമാധാനം ലഭിച്ചിരുന്നില്ല. വീട്ടിലെത്തിയിട്ടും കുളിച്ചിട്ടും ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ആ ഭയം തിരയടിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കൈകളിൽ നിന്നും വഴുതിയവൾ ആഴങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ ചിന്തിക്കാൻ പോലും അവന് വയ്യായിരുന്നു. ഫോണെടുത്ത് ജാൻവി എന്നോ സേവ് ചെയ്തു വെച്ച കോണ്ടാക്റ്റിലേക്ക് നോക്കി അവൻ കുറേ നേരം ഇരുന്നു. വിളിക്കണോ? വേണ്ട, അവൾ ക്ഷീണിച്ചുറങ്ങുകയാവും. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട അവൻ്റെ ചുണ്ടുകൾ
പുഞ്ചിരി വിരിഞ്ഞു. ജാൻവിക്കുട്ടി. ഫോണെടുത്ത് ചെവിയിൽ വെച്ചതും മറുതലക്കിൽ നിന്നും ഒരു തേങ്ങൽ കേട്ടു. ആദ്യേട്ടാ. ആ വിളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇന്നോളം അവൾ പറയാത്ത ഇഷ്ടവും നന്ദിയും പിന്നെ അവനില്ലാതെ തനിക്ക് പറ്റില്ലെന്ന സത്യവും. ആദ്യ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ്റെ പ്രണയം വിജയിച്ചു തുടങ്ങുകയായിരുന്നു. പുഴയുടെ ആഴങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ തീരത്തേക്ക് അവൻ അവളെ മാത്രമല്ല അവരുടെ പ്രണയത്തെ കൂടി കൈപിടിച്ചു കയറ്റിയിരിക്കുന്നു. അപകടം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ജാൻവി കോളേജിലേക്ക് എത്തിയത്. ആ 2 ദിവസവും അവൾക്ക് പനി പിടിച്ച് വിറയ്ക്കുകയായിരുന്നു. പക്ഷേ ആ പനിയേക്കാൾ കൂടുതൽ അവളെ വിറപ്പിച്ചത് ആദിയുടെ ഓർമ്മകളായിരുന്നു. പതിവിലും വിപരീതമായി അന്നവൾ ഒരുങ്ങിയിരുന്നു. വെള്ള നിറത്തിൽ പൂക്കളുള്ള റോസനാർക്കലിയാണ് വേഷം. ഷാൾ ഒരു സൈഡിൽ പിൻ ചെയ്തിട്ടിരുന്നു. നീണ്ട മുടിയിഴകൾ മെടഞ്ഞിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ണുകൾ കാജൽ കൊണ്ട് കറുപ്പിച്ചെഴുതിയിട്ടുണ്ട്. ചുണ്ടിൽ നേരിയ ലിപ് ഗ്ലോസ്. കണ്ണാടിക്ക് മുൻപിൽ നിന്നപ്പോൾ കവളിൽ പടർന്ന ചുവപ്പ് കണ്ട് അവൾക്ക് തന്നെ നാണം തോന്നി. പണ്ടൊക്കെ ആദിഷ് എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു തരം ഭയമായിരുന്നു, അല്ലെങ്കിൽ ബഹുമാനം. എന്നാൽ ഇന്ന് ആ പേര് ഉള്ളിലൊരു തിരയിളക്കമുണ്ടാക്കുന്നു. മരണത്തിൻ്റെ തണുപ്പിൽ നിന്നും തന്നെ കോരിയെടുത്ത ആ കൈകളുടെ ചൂട് ഇപ്പോഴും ശരീരത്തിലുള്ളതുപോലെ. സെൻറ് മേരീസ് കോളേജിലെ പടിവാതിൽ കടക്കുമ്പോൾ അവളുടെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. ആ വലിയ ഗേറ്റിന് മുൻപിൽ സ്ഥിരമായി സീനിയേഴ്സ് ഇരിക്കുന്ന ആൽത്തറയിൽ അവൻ ഉണ്ടാകുമോ എന്നതായിരുന്നു ആദ്യം അവളുടെ കണ്ണുകൾ തിരഞ്ഞത്. ആശാൻ അവിടെ ഉണ്ടായിരുന്നു. വെള്ള ഷർട്ടും മുണ്ടുമുടുത്ത് കൂളിംഗ് ഗ്ലാസ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ കൊളുത്തിയിട്ട് കൂട്ടുകാരായ നിഹാലിനും സുമേഷിനുമൊപ്പം വർത്താനം പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന ആദി. കോളേജിലെ പെൺകുട്ടികളുടെ ഹരമായ ആദിഷ് വാസുദേവൻ. ജാൻവി ഗേറ്റ് കടന്നു വരുന്നത് ആദ്യം കണ്ടത് നിഹാലാണ്. അവൻ ആദിയെ തോണ്ടി കാണിച്ചു കൊടുത്തു. ആദി തിരിഞ്ഞു നോക്കിയ നിമിഷം ലോകം അവിടെ നിശ്ചലമായതുപോലെ ജാൻവിക്ക് തോന്നി. അവളുടെ നോട്ടം അവനിലേക്ക് പാറി വീണു. ആദിയുടെ മുഖത്ത് വിരിഞ്ഞ ആ ചിരി, അത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ ഭയം അലിഞ്ഞുപോയി. അവൻ കൂട്ടുകാരുടെ ഇടയിൽ നിന്നും മാറി അവൾ നടന്നു വരുന്ന വഴിയിലേക്ക് അല്പം നീങ്ങി നിന്നു. വയ്യായ്മയൊക്കെ മാറിയോ? അവൾ അടുത്തെത്തിയപ്പോൾ ശബ്ദം താഴ്ത്തി അവൻ ചോദിച്ചു. ചുറ്റും ഒത്തിരി കുട്ടികൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവരൊക്കെ അവൻ പറയുന്നത് കേട്ട് അങ്ങോട്ട് നോക്കി. പക്ഷേ അവൻ്റെ ആ ചോദ്യം അവളോട് മാത്രമായിരുന്നു. മാറി. അവൾ മെല്ലെ മൂളി. കണ്ണുയർത്തി അവനെ നോക്കാൻ അവൾക്ക് മടിയായിരുന്നു. ഉച്ചക്ക് കാണാം. ഇപ്പോൾ ക്ലാസ്സിൽ പോയിക്കോട്ടോ. പിന്നെ ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവസാനത്തെ വാചകം അവനൊരൽപ്പം കുനിഞ്ഞ് അവളുടെ കാതുകളിലേക്കാണ് പറഞ്ഞത്. അതൊരു അധികാരമായിരുന്നു, തൻ്റെ പെണ്ണിനോടുള്ള അധികാരം. അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി ക്ലാസ്സിലേക്ക് നടന്നു. അവൾ നടന്നകലുന്നത് വരെ ആദ്യം അവിടെ തന്നെ നോക്കി നിന്നു. മോനെ, എന്താടാ ഒരു ലുക്ക്, നീ വീണു പോയല്ലേ? സുമേഷ് ആദിയുടെ തോളിൽ കൈയിട്ട് കളിയാക്കി. ഞാൻ എന്നേ വീണതല്ലടാ, പക്ഷേ അവളെ ഇപ്പോൾ ഞാൻ വീഴ്ത്തിയതാ. മീശ പിരിച്ചുകൊണ്ട് ആദി പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ പ്രണയം തുളുമ്പുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ ജാൻവിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർ എടുക്കുന്ന പാഠഭാഗങ്ങളൊന്നും അവളുടെ തലയിൽ കയറിയതേയില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വരാന്തയിലൂടെ നടന്നു പോകുന്ന ആദിയെ കാണാൻ അവൾ കൊതിച്ചു. ഇടയ്ക്കിടെ സീനിയർ ചേട്ടന്മാർ ആ വഴി പോകുമ്പോൾ അവൾ ആകാംക്ഷയോട് നോക്കും. പക്ഷേ ആദി വന്നില്ല. അവൻ ഇന്നലെയും മെനിയാന്നും മെസ്സേജ് അയച്ചിരുന്നു. അല്ലാതെ പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മരുന്ന് കഴിച്ചോ, റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ആ മെസ്സേജുകൾ അവൾ വീണ്ടും വീണ്ടും എടുത്ത് വായിച്ചു നോക്കി. ഉച്ച കഴിഞ്ഞ് ജാൻവിയും വർഷയും കൂടി ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കോളേജിലെ ഏറ്റവും സുന്ദരിയെന്ന് അഹങ്കരിക്കുന്ന ഡിഗ്രി സെക്കൻഡ് ഇയറിലെ മാളവികയും സംഘവും ആദിയുടെ ചുറ്റും കൂടി നിൽക്കുന്നു. മാളവിക എന്തോ ചിരിച്ചു പറഞ്ഞ് ആദിയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ വാസുദേവൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. അത് കണ്ടപ്പോൾ ജാൻവിയുടെ ഉള്ളൊന്നു കാളി. അസൂയ. ഇന്നുവരെ ആരോടും തോന്നാത്ത ഒരസൂയ അവളിൽ പൊട്ടിമുളച്ചു. തൻ്റെ ആദിയേട്ടനെ മറ്റാരെങ്കിലും തൊടുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ അവളെ കണ്ടതും ആദി മാളവികയോടുള്ള സംസാരം നിർത്തി. അവൻ കൂട്ടത്തിൽ നിന്നും ഒഴിവായി ജാൻവിയുടെ അടുത്തേക്ക് നടന്നു വന്നു. മാളവികയുടെ മുഖം കറുത്തു. ചുറ്റും നിന്നവർ പരസ്പരം നോക്കി അടക്കം പറയുന്നത് ജാൻവി ശ്രദ്ധിച്ചു. നോക്കടി, ആദിഷ് വാസുദേവൻ ആ ഫസ്റ്റ് ഇയറുകാരുടെ പുറകെയാ ഇപ്പോൾ. ഓ, ആ വില്ലേജ് ബ്യൂട്ടിയോ? അവൾക്കെന്താ ഇത്ര പ്രത്യേകത? ഇതൊക്കെ ലൈൻ വേറെയാ. അവൾ വെറും മണ്ടി. അവൻ കാര്യം കഴിഞ്ഞ് കൈ കഴുകും. പെൺകുട്ടികളുടെ അടക്കം പറച്ചിലുകൾ ജാൻവിയുടെ കാതുകളിലെത്തിയിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആദി അവളുടെ മുന്നിൽ വന്നു നിന്നു. കഴിച്ചോ? കഴിച്ചു. അവൾ തല താഴ്ത്തി പറഞ്ഞു. എന്താ മുഖത്തൊരു വാട്ടം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവൻ്റെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. ഇല്ല, ഒന്നുമില്ല. അവൾ പെട്ടെന്ന് മുഖമുയർത്തി. കള്ളം പറയണ്ട, നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നീ നോക്കണ്ട. നീ എൻ്റെയാ, അത് മാത്രം ഓർത്താൽ മതി. ആ വാക്കുകൾ, നീ എൻ്റെയാ എന്ന ആ പ്രഖ്യാപനം കോളേജ് വരാന്തയിൽ വെച്ച് എല്ലാവരും കേൾക്കെ അവൻ പറഞ്ഞപ്പോൾ
ജാൻവിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൾക്ക് ചുറ്റും ഒരു സുരക്ഷാ വലയം തീർക്കുന്നുണ്ടായിരുന്നു അവൻ. എല്ലാവരും അറിയുമ്പോൾ എന്താകുമെന്നാലോചിച്ചപ്പോൾ ജാൻവിക്ക് പേടി തോന്നി. പക്ഷേ അവൻ്റെ പ്രണയം നിറഞ്ഞ നോട്ടത്തിൽ തന്നെ അവളെല്ലാം മറന്നുപോയിരുന്നു. അന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ കുട എടുക്കാൻ മറന്ന ജാൻവി വരാന്തയിൽ പെട്ടുപോയി. ബസ് പോകാൻ സമയമായി. വർഷ നേരത്തെ പോയിരുന്നു. അല്ലെങ്കിൽ രണ്ടാളും അവളുടെ സ്കൂട്ടിയിൽ പോകാറാണ് പതിവ്. മഴ തോരാതെ പെയ്യുന്നതും നോക്കി നിൽക്കുന്ന അവളെ കണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോയ ആദി തിരിച്ചു വന്നു. നനയണ്ട, വാ, ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം. അവൻ സുമേഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ മെറൂൺ നിറത്തിലുള്ള കുട നിവർത്തി അവൾക്ക് നേരെ നീട്ടി. കൂട്ടുകാരുടെയും സീനിയേഴ്സിൻ്റെയും മുൻപിൽ വെച്ച് അവൻ്റെ കുടക്കീയിലേക്ക് കയറാൻ അവൾക്ക് മടിയായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിലെ നിർബന്ധം അവൾക്ക് തള്ളിക്കളയാനായില്ല. ആ കുടക്കീഴിൽ മഴയുടെ ഇരമ്പലിനിടയിൽ ആദിയുടെ തോളോട് ചേർന്ന് നടക്കുമ്പോൾ ജാൻവി വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് തണുപ്പുകൊണ്ടായിരുന്നില്ല, അവൻ്റെ സാമീപ്യം നൽകിയൊരു വിറയലാണ്. അവൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന നേരിയ പെർഫ്യൂമിൻ്റെ ഗന്ധം അവളെ മത്തുപിടിപ്പിച്ചു. ജാനി, അവൻ വിളിച്ചു. അന്ന് നീ പുഴയിൽ വീണപ്പോൾ നിനക്ക് ബോധം പോയപ്പോൾ സത്യം പറയാലോ, ഞാൻ മരിച്ചുപോയി. ആദി ദൂരേക്ക് നോക്കി പറഞ്ഞു. ഇനി അങ്ങനെ പേടിപ്പിക്കരുത്, എനിക്ക് സഹിക്കില്ല. അവൾ അവനെ നോക്കി. ആരും കാണാതെ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഇല്ല, ഇനി അങ്ങനൊന്നും ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ പ്രണയം വീട്ടിലറിയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുമോ എന്തോ, എനിക്ക് പേടിയായിട്ടാ. അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് ചിരിച്ചു. അത് പലരുടെയും പ്രണയം അങ്ങനെ തന്നെയല്ലേ. നമുക്കിടയിൽ വലിയ അന്തരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ മനസ്സുകൾ തമ്മിൽ അന്തരമില്ലല്ലോ. അത് മതി, ബാക്കിയൊക്കെ വഴിയേ ഉണ്ടായിക്കോളും. അതൊന്നും ഓർത്തു നീ പേടിക്കണ്ട. അവളുടെ കൈകളിൽ വിരൽ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവർ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വരുന്നതുവരെ അവൾക്ക് കാവലായി അവൻ നിന്നു. ബസ്സിൽ കയറി ജനലരികിലുള്ള സീറ്റിലിരുന്നപ്പോൾ മഴയത്ത് നനഞ്ഞുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ അവൾ കണ്ടു. ബസ് നീങ്ങുമ്പോൾ അവൻ കൈവീശിയില്ല. പകരം നെഞ്ചിൽ കൈവച്ച് അവൾക്കൊരു ചിരി സമ്മാനിച്ചു. അന്നത്തെ രാത്രി മുതൽ അവരുടെ പ്രണയം മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും മൊബൈലിൽ വരുന്ന ചെറിയ ചെറിയ മെസ്സേജുകൾ, പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ടീച്ചർ നോക്കുന്നുണ്ട്, മര്യാദയ്ക്ക് ക്ലാസ്സിലിരുന്നോ എന്ന അവൻ്റെ ശാസനകൾ, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലേൽ ഞാൻ വന്ന് വാരിത്തരും എന്ന ഭീഷണികൾ, പഴയ കാലത്തു ലൈബ്രറിയിലെ റാക്കുകൾക്കിടയിൽ വെച്ച് കൈമാറുന്ന പ്രണയലേഖനങ്ങൾ പോലെ പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്ന ചോക്ലേറ്റ് മിഠായികൾ. അങ്ങനെ നീളുന്നു അവരുടെ കോളേജ് പ്രണയ ലീലാവിലാസങ്ങൾ. കോളേജ് ഡേയുടെ അന്ന് സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ ആദിയുടെ കണ്ണുകൾ സദസ്സിലിരിക്കുന്ന ജാൻവിയെ മാത്രമായിരുന്നു നോക്കിയിരുന്നത്. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ എന്ന പാട്ടവൻ പാടിയത് അവൾക്ക് വേണ്ടി മാത്രമാണെന്ന് ആ ക്യാമ്പസിലെ മരങ്ങൾക്കും പൂക്കൾക്കും വരെ അറിയാമായിരുന്നു. അന്ന് അസൂയക്കാരായ പെൺകുട്ടികൾ പല കഥകളും ഉണ്ടാക്കി. ആ ജാൻവി ആദ്യം മയക്കിയെടുത്തതാണ്, പണക്കാരായ ചെക്കനെ വഴിയിലാക്കാൻ അവൾ അന്ന് പുഴയിൽ ചാടി നാടകം കളിച്ചതാണ് എന്നൊക്കെ പലരും പറഞ്ഞു പരത്തി. ഒരിക്കൽ ബാത്റൂമിൽ വെച്ച് സീനിയർ ചേച്ചിമാർ ജാൻവിയെ പലതും പറഞ്ഞ് കളിയാക്കി കരയിപ്പിച്ചു. നിന്റെ അച്ഛൻ്റെ ശമ്പളം ഉണ്ടല്ലോടി, ആദിയുടെ ഷൂസിന് മാത്രം എന്ന് പറഞ്ഞായിരുന്നു കളിയാക്കൽ. കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലിരിക്കുന്ന ജാൻവിയെ കണ്ട നിഹാൽ കാര്യം ആദിയോട് പറഞ്ഞു. അടുത്ത നിമിഷം ആദി ആ പെൺകുട്ടികളുടെ ക്ലാസ്സിന് മുമ്പിലെത്തി. എടി, ആദി അലറി. ക്ലാസ് മുഴുവൻ നിശബ്ദമായി. എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം വീണാൽ അതാരായാലും എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ആണായാലും പെണ്ണായാലും കൈവെക്കാൻ എനിക്ക് മടിയില്ല. ഇനി മേലാൽ അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കേട്ടാ അവൻ പാതി വഴിയിൽ നിർത്തി. ആ ക്ലാസ്സിലെ ഭിത്തിയിൽ അവൻ ആഞ്ഞടിച്ചു. അവൻ്റെ കൈ മുറിഞ്ഞ് ചോര വന്ന്. ആരും ഒരക്ഷരം മിണ്ടിയില്ല. അന്ന് വൈകുന്നേരം വാഗമരച്ചോട്ടിലിരുന്നു കൊണ്ട് ജാൻവി അവൻ്റെ കൈപിടിച്ച് കരഞ്ഞു. എന്തിനാ ഏട്ടാ, എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, ഇത്രയും സങ്കടപ്പെടുന്നത്? ഈ പാവപ്പെട്ട എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എല്ലാവരും ഏട്ടനെ വെറുക്കില്ലേ? എനിക്ക് വേണ്ടിയിട്ട് ഏട്ടൻ ആരുമായും വഴക്കിരണ്ട, എനിക്ക് സഹിക്കില്ല. ആദ്യം അവളുടെ കണ്ണുനീർ തുണച്ചു കൊടുത്തു. ലോകം മുഴുവൻ വെറുത്താലും എനിക്കൊന്നുമില്ല, നീ മാത്രം കൂടെ ഉണ്ടായാൽ മതി. നീ കരയുന്നത് കാണാൻ എനിക്ക് വയ്യ ജാനി. ഈ കൈകളിൽ നിനക്ക് വേണ്ടിയല്ലേ ചോര പൊടിഞ്ഞത്? ഇനി അങ്ങനെ ഉണ്ടാവില്ല, സത്യം. അവൻ അന്നാദ്യമായി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കോളേജ് ഗ്രൗണ്ടിലെ വാഗമരത്തിന് ചുവട്ടിൽ ഇലകൾ പൊഴിയുന്ന സായാഹ്നത്തിൽ അവർ പരസ്പരം വാക്കുകൾ നൽകി. ജന്മം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന്. ആ ക്യാമ്പസ് പ്രണയം അവിടെ തളിർക്കുകയായിരുന്നു. നോട്ടം കൊണ്ടും കരുതൽ കൊണ്ടും മൗനം കൊണ്ടും അവർ തീർത്ത പ്രണയകാവ്യം. ആദിയുടെ ബുള്ളറ്റിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ജാൻവിയുടെ നെഞ്ചിടിപ്പ് കൂടുന്നതും ജാൻവിയുടെ പാദസ്വരം കേൾക്കാൻ ആദി കാതോർത്തു നിൽക്കുന്നതും ആ കോളേജിലെ പതിവ് കാഴ്ചകളായി മാറി. പക്ഷേ അവർക്കെതിരെ പലരും പല കരുക്കളും നീക്കി തുടങ്ങിയിരുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.